Dear students, welcome to Learner's World. In this video, I'm going to talk about Philosophy is a Secret to Thriving in the Age of AI by Jim Frawley, FIUGP, SCC, 4th semester, Humanities and Other BA programs under Calicut University. Summary of Philosophy is the secret to thriving in the age of AI. AI, Artificial Intelligence. ഈ ഒരു കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ജോലിസ്ഥലങ്ങളിൽ ഫിലോസഫി അതായത് തത്വചിന്തയാണ് വിജയത്തിലേക്കുള്ള ഏകമാർഗം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറിയാണ്, ഇതൊരു ആർട്ടിക്കിളാണ്. ഇൻ ദിസ് ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ ഫാസ്റ്റ് കമ്പനി ഓൺ ഓഗസ്റ്റ് 10, 2023. അപ്പോൾ ഇതൊരു ആർട്ടിക്കിളാണ്, ഫാസ്റ്റ് കമ്പനിയിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഓഗസ്റ്റ് 10, 2023. Executive coach and business strategist Jim Frawley explains that to succeed in an AI-driven world, workers must go beyond technical skills and develop a philosophical mindset. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ജിം ഫ്രോളിയാണ്. അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് കോച്ചാണ്, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉള്ള ഒരു ലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ അവിടുത്തെ, അതായത് ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് ടെക്നിക്കൽ സ്കില്ലിന്, സാങ്കേതികപരമായിട്ടുള്ള കഴിവിന് അതീതമായിട്ട് ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഒരു കഴിവ് കൂടി, അതായത് തത്വചിന്തപരമായിട്ടുള്ള ഒരു ചിന്താഗതി കൂടി, ഒരു മൈൻഡ് സെറ്റ് കൂടി അവർക്ക് ഉണ്ടായിരിക്കണം, എന്നെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ എന്നാണ് ഇതിൽ ഈ ആർട്ടിക്കിൾ പറയുന്നത്. The modern workplace is undergoing rapid transformation as artificial intelligence becomes an essential part of almost every industry. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ആധുനിക കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. Many people worry that the real challenge is not the technology itself, but the way humans think. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് വെറീഡ് ആകുന്നുണ്ട്. അതായത് എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു ചലഞ്ചാണ്, അതായത് ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇത് ടെക്നോളജിയിലുള്ള സാങ്കേതികപരമായിട്ടുള്ള ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി മാത്രമല്ല, പക്ഷെ മനുഷ്യർ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളി കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ എഴുത്തുകാരൻ പറയുന്നത്, അതായത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് നമുക്ക് സക്സസ് ആവണമെന്നെങ്കിൽ, നമുക്ക് വിജയിക്കണമെങ്കിൽ ഒരു ടെക്നിക്കൽ സ്കില്ലിനേക്കാൾ, അതായത് സാങ്കേതികപരമായിട്ടുള്ള കഴിവിനേക്കാൾ നമുക്ക് വേണ്ടത് അതായത് ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്, തത്വപരമായിട്ടുള്ള ഒരു ചിന്ത നമ്മളിൽ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. A philosophical mindset means learning to think deeply, question assumptions and approach problems with curiosity. അപ്പോൾ ഒരു ഫിലോസോഫിക്കൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു തത്വപരമായിട്ടുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ, ലേണിംഗ് ടു തിങ്ക് ഡീപ്ലി, ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നന്നായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്, അതുപോലെ ഏതെങ്കിലും കാര്യത്തെ ചോദ്യം ചെയ്യാൻ, അതായത് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതിനെക്കുറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കഴിവ്, അതുപോലെ പ്രശ്നങ്ങളെ വളരെ ജിജ്ഞാസയോട് കൂടി സമീപിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഒരു ഫിലോസോഫിക്കൽ മൈൻഡ് സെറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In the past, workplaces valued employees who could follow instructions, complete tasks on time, and maintain predictable routines. കഴിഞ്ഞു പോയ ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ വർക്ക് പ്ലേസുകളിൽ, ജോലിസ്ഥലങ്ങളിൽ ജോലിക്കാർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് അവർ അവിടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഫോളോ ചെയ്യണം, ടാസ്കുകൾ, അവരുടെ ജോലികൾ സമയത്തിന് ചെയ്യണം, അതുപോലെ പ്രഡിക്റ്റബിളായിട്ടുള്ള ഇത്രയും ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടാകും, ഓരോ ദൈനംദിന കാര്യങ്ങളുണ്ടാകും, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ആദ്യം വർക്ക് പ്ലേസിൽ ഉണ്ടായിരുന്നത്. ടുഡേ AI ക്യാൻ ഈസിലി ഹാൻഡിൽ റിപ്പിറ്റേറ്റീവ് വർക്ക് ഫാസ്റ്റർ ആൻഡ് മോർ ആക്യുറേറ്റ്ലി. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അതായത് എംപ്ലോയീസ് ചെയ്യുന്ന വർക്കൊക്കെ വളരെ ഈസിലി, അതായത് ആവർത്തനമുള്ള ജോലികളൊക്കെ വളരെ വേഗത്തിൽ, വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇന്ന് ആര് ചെയ്യുന്നുണ്ട്? AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. This shift creates a new demand. Humans must focus on creativity, critical thinking and decision making, things machines cannot do well. ഇവിടെയാണ്
ഒരു ന്യൂ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് AI എല്ലാ ജോലികളും വളരെ കറക്റ്റായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഈസിലി ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ AIക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യങ്ങളുണ്ട്. അവിടെ മനുഷ്യർക്കാണ് അത് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത്. അതായത് ഹ്യൂമൻസിനാണ് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനാത്മകമായിട്ടുള്ള ചിന്തകൾ, അതുപോലെ തീരുമാനങ്ങളെടുക്കാനും ഇതൊന്നും മെഷീൻസിന് കഴിയില്ല. ഇപ്പം നമ്മൾ ചാറ്റ് GPT, ജെമിനി പോലത്തെ AIയിലൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ആ ഒരു ഫാക്ട്സുകളൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാതെ ഹ്യൂമൻസിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഒരു പക്ഷേ ചെയ്യാൻ കഴിയില്ല. Frawley emphasizes that many workers struggle because they were trained to be doers rather than thinkers. അതായത് ഒരുപാട് ജോലിക്കാർ ബുദ്ധിമുട്ടുന്നത് അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഡൂവേഴ്സ് ആയിട്ടാണ്. അതായത് ജോലികൾ ചെയ്യുക, ആ ഒരു ആക്ടിവിറ്റീസ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അവരൊരിക്കലും തിങ്കേഴ്സായിട്ട് ചിന്തകരായിട്ട് അവരെ ട്രെയിൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. They excel at execution but not at interpretation or analysis, which are the skills that matter most now. പക്ഷേ ഇന്ന് വേണ്ടത് എന്താണ്? അനാലിസിസ്. അതായത് ഒരു കാര്യത്തെ വിശകലനം ചെയ്യാനും അതിനെ വ്യാഖ്യാനിക്കാനും ഒക്കെയുള്ള കഴിവാണെന്ന് വേണ്ടത്, അല്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവല്ല എന്നാണ് പറയുന്നത്. Philosophical thinking enables creativity by encouraging individuals to examine problems from multiple perspectives. അതായത് ഫിലോസോഫിക്കൽ തിങ്കിങ് ഒരാൾക്ക് തത്വചിന്ത ഉള്ള ഒരാളാണെങ്കിൽ അത് ക്രിയേറ്റിവിറ്റിയിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു തത്വചിന്തകൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ പ്രോബ്ലംസ് എക്സാമിൻ ചെയ്യാൻ, മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സിൽ കാര്യങ്ങളെ കാണാൻ, അതായത് പല രീതിയിലുള്ള ചിന്തയിൽ കാര്യങ്ങളെ കാണാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇറ്റ് ടീച്ചസ് പീപ്പിൾ ടു ചലഞ്ച് ഓൾഡ് സിസ്റ്റംസ്, ക്വസ്റ്റ്യൻ ലോങ് ഹെൽഡ് ബിലീവ്സ് ആൻഡ് ഇമാജിൻ ന്യൂ പോസിബിലിറ്റീസ്. അതോടൊപ്പം തന്നെ ആളുകളെ പഴയ ആ ഒരു സിസ്റ്റത്തെ വെല്ലുവിളിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും ഒക്കെ പുതിയ പോസിബിലിറ്റീസ്, പുതിയ സാധ്യതകളെ കുറിച്ചിട്ട് ഇമാജിൻ ചെയ്യാനൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ദിസ് പ്രോസസ് ഓഫ് എൻക്വയറി ലീഡ്സ് ടു ഇന്നൊവേഷൻ. ഇത് ഇന്നൊവേഷൻ, നൂതനമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇത് നയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എംപ്ലോയീസ് തിങ്ക് ഫിലോസോഫിക്കലി ദേ ബിക്കം മോർ അഡാപ്റ്റബിൾ. അതായത് അവിടുത്തെ ജോലിക്കാർ കുറച്ചും കൂടെ ഫിലോസോഫിക്കലി, അതായത് കുറച്ചും കൂടെ തത്വചിന്തയിൽ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത്, അവർ ചിന്തിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അഡാപ്റ്റബിളായിട്ട് മാറുന്നുണ്ട് അവർ. ദേ ഡു നോട്ട് ഫിയർ ചേഞ്ച്, ഇൻസ്റ്റെഡ് ദേ ആൻറ്റിസിപ്പേറ്റ് ഇറ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ. അവർക്ക് മാറ്റങ്ങൾ അവർ ഭയപ്പെടുന്നില്ല. അതിന് പകരമായിട്ട് അവർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഭാവിയിലേക്കുള്ള പ്രിപ്പറേഷനിലാണ്. ദേ ആർ വില്ലിങ് ടു എക്സ്പ്ലോർ അൺകൺവെൻഷണൽ ഐഡിയാസ് ആൻഡ് ടേക്ക് ഇൻ്റലക്ച്വൽ റിസ്ക്, ക്വാളിറ്റീസ് ദാറ്റ് ആർ എസെൻഷ്യൽ ഇൻ എ കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് വർക്ക് പ്ലേസ്. അവർ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാനും ഇൻ്റലക്ച്വൽ റിസ്ക് ഏറ്റെടുക്കാനൊക്കെ അവർ വില്ലിങ് ആകുന്നുണ്ട്. AI should not be viewed as a threat but as a partner that enhances human abilities. AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭീഷണിയല്ല മനുഷ്യന്, പക്ഷേ അവർക്കൊരു പാർട്ട്ണറായിട്ടാണ് നിലകൊള്ളുന്നത്. മനുഷ്യരുടെ കഴിവുകൾ എൻഹാൻസ് ചെയ്യാൻ ഉള്ളൊരു പാർട്ട്ണറായിട്ടാണ് AI നിലകൊള്ളുന്നത്. When AI automates routine tasks, employees have more time to focus on strategy, problem solving and creative work. അതായത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റുട്ടീൻ ടാസ്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഫാസ്റ്റായിട്ട് ഈസിലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് അവർക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ട് അവരുടെ സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്യാൻ, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് വർക്ക് ഇതിലൊക്കെ ഫോക്കസ് ചെയ്യാൻ അവർക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. This collaboration between human creativity and AI efficiency can lead to great productivity and breakthrough innovations. അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ, ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയും AI എഫിഷ്യൻസിയും കൂടി ഒരു ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റിയിലേക്ക് നയിക്കുന്നുണ്ട്, അതിലൂടെ ഇന്നൊവേഷൻസിലേക്കൊക്കെ നയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. However, as technology becomes more powerful, ethical questions also arise. അതായത് സാങ്കേതികവിദ്യ കുറച്ചും കൂടെ പവർഫുൾ ആകുമ്പോൾ അവിടെ എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഉയരും. A philosophical mindset helps employees and leaders consider the moral consequences of their decisions, ensuring that AI is used responsibly and for the benefit of society.
അപ്പോൾ ഒരു എംപ്ലോയിയുടെ ഫിലോസോഫിക്കൽ മൈൻഡ് സെറ്റ് അവർക്ക് കുറച്ചും കൂടെ മോറൽ കോൺസിക്വൻസസ് അവരുടെ തീരുമാനങ്ങളിലുള്ള ധാർമ്മികത രൂപത്തിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ AI കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കാം. സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന തരത്തിലൊക്കെ ഉപയോഗിക്കാം. In conclusion, the new workplace reality demands more than just technical expertise. നമ്മളിത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂ വർക്ക് പ്ലേസ് റിയാലിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ഫിലോസോഫിക്കൽ മൈൻഡ് സെറ്റുള്ള എംപ്ലോയീസിനെയാണ്. ഇറ്റ് റിക്വയർസ് ദ കറേജ് ടു തിങ്ക് ഡിഫറെൻ്റ്ലി, ദ ക്യൂരിയോസിറ്റി ടു ആസ്ക് ഡീപ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ വിസ്ഡം ടു റിഫ്ലക്റ്റ് ഓൺ ദ എത്തിക്കൽ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി. അതായത് അവിടെ ആവശ്യം കുറച്ചും കൂടെ ഡിഫറെൻ്റായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ്, അതായത് പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന, അതുപോലെ എത്തിക്കൽ ഇമ്പാക്റ്റ്, ടെക്നോളജിയിലൊക്കെ എത്തിക്കൽ ഇമ്പാക്റ്റൊക്കെ ഉള്ള ഒരു ഒരു വർക്ക് പ്ലേസ് റിയാലിറ്റിയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ബൈ അഡോപ്റ്റിംഗ് എ ഫിലോസോഫിക്കൽ മൈൻഡ് സെറ്റ്, വർക്കേഴ്സ് ക്യാൻ റിമെയിൻ റെലവൻറ്റ്, റെസിലിയൻറ്റ് ആൻഡ് ക്രിയേറ്റീവ് ഇൻ ദ ഏജ് ഓഫ് AI, ടേണിംഗ് ചലഞ്ചസ് ഇൻറ്റു ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്. ഒരു ഫിലോസോഫിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ വർക്കേഴ്സ് കുറച്ചും കൂടെ റെലവൻ്റായിട്ട് നിലനിൽക്കാൻ കഴിയും. അതുപോലെ ഈ ഒരു AI വേൾഡിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതുപോലെ അവരുടെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ട് നിലകൊള്ളാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.